ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പുതിയൊരു വിശേഷം കാണിച്ചു തരേ. ഈ പൂള ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന പൂളയാണ്. ഇതിൻ്റെ ഞാൻ നോക്കിയതാണ് ഇതെന്താ സ്ഥിതിയെന്ന്. നോക്കുമ്പോൾ ഇതിൽ വലിയൊരു കിഴങ്ങുണ്ട്. ഈ കിഴങ്ങ് ഞാൻ ഇത്ര വരെയൊക്കെ ചെയ്തു വെച്ചു. ഇനി ഇത് എടുക്കണം. ഇത്രയും വലിയ കിഴങ്ങാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ വെട്ടിയിട്ട് എടുക്കുക. ഒന്നായിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കണ്ടേ. അപ്പോൾ ഒന്നായിട്ട് പൊരിക്കാണ്ട് ഇതിൻ്റെ കിഴങ്ങ് മാത്രം, ഈ പൂള മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്ത് നോക്കട്ടെ. കുറച്ച് നേരമായി ഇവിടെ നിന്നിട്ട് ഇത് നോക്കുമ്പം വലിയൊരു കിഴങ്ങാണ്. പറമ്പിൻ്റെ ഒരു മൂലക്കലായിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടതായിരുന്നു. ഇത് ഒരൊറ്റ ഈ പൂളേൻ്റെ മുകളിലുണ്ടായതാണ്. നല്ല വലിയൊരു കിഴങ്ങാണ്. ഇത് ഏറ്റവും നല്ല പൂളയാണ്, എല്ലാവർക്കും കഴിക്കാം. ഇതിൻ്റെ പ്രത്യേകത അതാ. ഷുഗർ ഉണ്ടെങ്കിലും കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കുഴിച്ചിട്ടപ്പം നല്ലോണം ഉണ്ടായി. ഇനി അങ്ങോട്ടേക്കൊന്നും അത് എടുക്കുന്നില്ല. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഒരു കിഴങ്ങ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇലകളാണിത്. ഒരു പ്രത്യേക തരം ഇലയാണ്. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ ഇലയാണ്. ഒരു പ്രത്യേക തരം ഒരു മെല്ലിച്ചിട്ടുള്ള ഒരു ഇലയാണ്. ഒരുപാടുണ്ടാവും. കിഴങ്ങുണ്ടാവുകയാണെങ്കിൽ മണ്ണുണ്ടായിട്ടും മണ്ണല്ലാതെയൊക്കെ കിഴങ്ങിന് തന്നെ നല്ല അടിപൊളി പൂളയാണ്. അടിപൊളി പൂള റെഡി ആയിട്ടുണ്ട്. അതിന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കറിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പൂളേൻ്റെ ഞാൻ ആദ്യം പറഞ്ഞു ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. ഇതിപ്പം തൊടിയെന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് നേരത്തെ. അത് നല്ല ടേസ്റ്റാണ്. ഒരു കയ്പോ ചവർപ്പോ ഒന്നുമില്ലാത്ത ഒരു നല്ല പൂളയാണ്. ഇതിൻ്റെ കമ്പുകളുണ്ട് ഒരുപാട്. അത് നല്ലോണം മാറ്റി കുഴിച്ചിട്ടാൽ നമുക്ക് വീട്ടിൽ നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. ഇതേപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ചെയ്യണേ.